ഞാൻ 2 ഇംഗ്ലീഷ് വാക്കുകൾ ചോദിക്കാം, അതിൻ്റെ അർത്ഥം പറയാൻ നോക്കി. ഒന്ന് ബിലീഫ്, മറ്റൊന്ന് ഫെയ്ത്ത്. ബിലീഫിൻ്റെ ഫെയ്ത്തിനും നമ്മൾ സാധാരണ ഒരർത്ഥമാണ് കരുതിയിട്ടുള്ളത്, വിശ്വാസം. അങ്ങനെയാണെങ്കിൽ എന്തിനാ 2 വാക്കുകൾ? ബിലീഫും ഫെയ്ത്തും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അർത്ഥത്തിൽ. എക്സാം കഴിഞ്ഞ് വന്ന് എൻ്റെ മോള് പറഞ്ഞു, അച്ഛാ ഞാൻ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ആൻഡ് ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ഗെറ്റിംഗ് ഗുഡ് മാർക്സ് എന്ന്. ധാരാളം മാർക്ക് കിട്ടുമെന്നുള്ള ഫെയ്ത്ത് ഉണ്ട് അത്രേ. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടുമെന്നുള്ള ബിലീഫ് അല്ലേ വേണ്ടത്? ആ വ്യത്യാസം ഇത് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികതയോടെ അടിസ്ഥാനപരമായിട്ട് വെരിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ, തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, ക്രോസ് വെരിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വിശ്വാസത്തെയാണ് നമ്മൾ ബിലീഫ് എന്ന് പറയുക. ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമിൻ്റെ കേസിൽ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് വരെ നമ്മൾ ഉത്തരങ്ങൾ എഴുതിയിട്ടുള്ളത് ചോദ്യങ്ങളുമായിട്ട് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് ഉത്തരങ്ങൾ കറക്റ്റാണെങ്കിൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നുള്ള ബിലീഫ് ഉണ്ടാവുന്ന തെറ്റിൻ്റെ അതാണ് ബിലീഫ്. കാരണം നമുക്കതിനെ ക്രോസ് വെരിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. ക്രോസ് വെരിഫൈ ചെയ്യാൻ കഴിയാത്ത, മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത, കാരണങ്ങളില്ലാത്ത ചില വിശ്വാസങ്ങളുണ്ട്. ഉദാഹരണം ദൈവവിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസത്തിന് നമുക്കങ്ങനെ ആരെയും കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നൊരു അടിസ്ഥാനപരമായ കാരണമൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അതെൻ്റെ വിശ്വാസമാണ്. അപ്പോൾ അടിസ്ഥാനപരമായ ഒരു കാരണം ഇല്ലാതെയുള്ള ഒരു വിശ്വാസത്തിൽ ഫെയ്ത്ത് എന്നാണ് പറയുക. ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാനപരമായ കാരണങ്ങളുള്ള ഒരു വിശ്വാസത്തിൽ ബിലീഫ് എന്നാണ് പറയുക. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്. ഒരർത്ഥമെന്ന് തോന്നുന്ന ഒന്നിലധികം വാക്കുകൾ നമ്മളുടെ മുന്നിൽ വരാം. ഈ വാക്കുകൾ തമ്മിലുള്ള അർത്ഥം കൃത്യമാക്കി മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ വളരെ മെച്ചപ്പെട്ടതാവും, സംസാരം കൃത്യമാവും. ധാരാളം വാക്കുകളുണ്ട് ഇതുപോലെ. ഇനിയും ഇതുപോലെ ഒരേ അർത്ഥമെന്ന് തോന്നുന്ന വ്യത്യസ്തങ്ങളായ വാക്കുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.